ഹലോ, ഇന്ന് ഫോം ഷീറ്റ് വെച്ചിട്ട് ഇന്നൊരു ഹെയർ ബാൻഡ് ഉണ്ടാക്കുകയാണ്. ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് യൂസ് ചെയ്തേക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ഫോം ഷീറ്റ് 1 ഇഞ്ച് നീളത്തിലാണ് ഞാൻ വെട്ടിയെടുക്കുന്നത്. 1 ഇഞ്ച് വീതിയിൽ ആണ് ഞാൻ ഫോം ഷീറ്റ് വെട്ടിയെടുക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഫ്ലവർ ഉണ്ടാക്കാൻ ഞാൻ വൈറ്റും റെഡുമാണ് ഫോം ഷീറ്റ് സെലക്ട് ചെയ്തേക്കുന്നത്. ഗ്രീൻ യൂസ് ചെയ്തേക്കുന്നത് അതിനൊരു ലീഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ വൈറ്റും റെഡും ഇതുപോലെ മൂന്ന് ഇതായിട്ട് ഞാൻ വെട്ടിയെടുത്തു. 3 ലൈനായിട്ട് വെട്ടിയെടുത്തു. അത് നമുക്ക് എന്തിനാണെന്ന് വെച്ചാൽ ഇതുപോലെ മെടഞ്ഞു കൊടുക്കാനാണ്. ഇങ്ങനെ മെടഞ്ഞെടുത്തിട്ടാണ് നമ്മൾ ഫ്ലവർ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ മെടഞ്ഞ് ഫ്ലവർ ഉണ്ടാക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു റോസാപ്പൂവിൻ്റെ ഒക്കെ ഒരു ഷേപ്പ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ വൈറ്റും റെഡും ഇതുപോലെ മെടഞ്ഞെടുക്കുന്നുണ്ട്. ജസ്റ്റ് നിങ്ങളും മെടയുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒരു ക്ലിപ്പ് വെച്ചൊന്ന് ടൈ ചെയ്ത് വെച്ചിട്ട് വേണം മെടയാൻ. അപ്പോഴാണ് നമുക്ക് എളുപ്പത്തിൽ മെടഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അതിൽ പോളനൊക്കെ വെച്ചെടുക്കാനൊക്കെ വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. പക്ഷേ അവസാനം വന്നപ്പോൾ ഞാൻ ഇതൊക്കെ മാറ്റി കണ്ടോ. ഞാൻ അതൊക്കെ മെടഞ്ഞെടുത്തതിന് ശേഷം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് റൗണ്ടിൽ ചുറ്റി കൊടുക്കുന്നുണ്ട് കണ്ടോ. ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക. ഇങ്ങനെ ചുറ്റി കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഓൾറെഡി ഒരു പൂവിൻ്റെ ഒരു രൂപത്തിലേക്ക് മാറി വരും. നമ്മുടെ പൂവിൻ്റെ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് എവിടെ വെച്ചാൽ കട്ട് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ വെച്ച് നമുക്ക് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ എന്തായാലും അത് മുഴുവനായിട്ട് ചുറ്റി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ എൻഡ് ഭാഗം വന്നിട്ട് ജസ്റ്റ് കട്ട് ചെയ്ത് കളയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എൻഡിൻ്റെ ഒരു ഭംഗി വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പശ വെച്ച് ഞാൻ ജസ്റ്റ് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഞാൻ റെഡും ചുറ്റി എടുത്തേക്കണ്ട. റെഡും വൈറ്റും ഫ്ലവർ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത് ലീഫിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ലീഫ് വരച്ച് കൊടുക്കുന്നുണ്ട്. പേനയ്ക്ക് വരയ്ക്കുന്നതിനേക്കാൾ നല്ലത് അല്ലാണ്ട് വെട്ടിയെടുക്കുന്നത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് പേനയ്ക്ക് വരച്ച് ഞാൻ വെട്ടിയെടുത്തു ജസ്റ്റ്. അപ്പോൾ ഞാൻ വെട്ടിയെടുത്തതിന് ശേഷം അത് നമ്മുടെ ഹെയർ ബാൻഡിലേക്ക് ലീഫ് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ മുകളിലേക്കാണ് ഞാൻ ഫ്ലവർ വെച്ച് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ലീഫിനൊന്നും അത്ര ഭംഗിയില്ല, എന്നാലും ഹെയർ ബാൻഡ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റ് ലുക്ക്. ഇത് പിന്നെ ഞാൻ ക്രിസ്മസിൻ്റെ തന്നെ ഒരു തീം പോലെ തന്നെയാണ് ഇതും ഞാൻ ചെയ്തതുകൊണ്ടാണ് വൈറ്റും റെഡും ഗ്രീനൊക്കെ ഞാൻ സെലക്ട് ചെയ്തത് കേട്ടോ. കണ്ടോ, ഇതാണ് നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ ഫൈനൽ ലുക്ക്. കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പോൾ കണ്ടോ, ലൈറ്റിൻ്റെ വെട്ടത്തിൽ ഞാൻ വീണ്ടും ഒന്ന് കാണിച്ചു എന്നുള്ളത്. കണ്ടോ, ഹെയർ ബാൻഡ് കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഇത് ഒട്ടിക്കാൻ സമയത്ത് പശ ചേർക്കുമ്പോൾ ഗ്ലൂ ഗണ്ണിൻ്റെ പശയാണെങ്കിൽ അത് ഫ്ലവറിൻ്റെ അടിവശത്തേക്കായിട്ട് ഒട്ടിച്ചു കൊടുത്തോളൂ. അല്ലെങ്കിൽ മുകളിൽ പശയുടെ ഇത് കാണാൻ പറ്റും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.